ഇന്നത്തെ വീഡിയോ നമുക്ക് സിമ്പിളായിട്ടൊരു മത്തങ്ങ കറി ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം. ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി മത്തങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി വയ്ക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പില, 6-7 ചെറുള്ളി, 6-7 വെളുത്തുള്ളി, 1 സ്പൂണ് ചെറിയ ജീരകം, 3 പച്ചമുളക്. ഇതിനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞതും മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇളക്കി ഒന്ന് നല്ലപോലെ വെന്ത് വരണം. നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. മത്തങ്ങ നല്ലപോലെ വെന്തതാണ്, അതുകൊണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം മത്തങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന തേങ്ങ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്കതിലോട്ട് വിതറി കൊടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ മത്തങ്ങ കറി വയ്ക്കുന്നത്. വറുത്ത തേങ്ങ എല്ലാം കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. താളിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. സെർവ് ചെയ്യുക.